ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലപ്രഖ്യാപനം ഇന്നാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ഗിരീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗോപികൃഷ്ണൻ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലമാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. ഹയർ സെക്കൻഡറിയുടെ 2ാം വർഷത്തെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും ഫലമാണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഹയർ സെക്കൻഡറിയുടെ 1ാം വർഷത്തെ ഫലം പിന്നീട് പ്രഖ്യാപിക്കുന്നതാണ് എന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഫലം അറിയുന്നതിന് വേണ്ടി വിപുലമായ സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മെയ് 25-നാണ് ഫലപ്രഖ്യാപനം നടന്നത്. ഇത്തവണ 16 ദിവസം മുമ്പെയാണ് ഫലം പ്രഖ്യാപിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. കുട്ടികൾക്ക് കോളേജ് പ്രവേശനത്തിനുള്ള നടപടികൾക്ക് അത്രയും സാവകാശം ലഭിക്കും എന്ന ഒരു പ്രതീക്ഷയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ ഫലപ്രഖ്യാപനത്തിന് ഒരുങ്ങുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സജ്ജീകരണങ്ങളും വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തിയാക്കി കഴിഞ്ഞു. 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇത്തവണ +2 പരീക്ഷ എഴുതിയിരിക്കുന്നത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കായിട്ട് 33,000-ലധികം വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയിട്ടുണ്ട്. കേരള റിസൾട്ട് .nic.in, അതോടൊപ്പം തന്നെ prd.kerala.gov.in, result.kerala.gov.in എന്നീ സൈറ്റുകളിൽ ഈ ഫലം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ PRDയുടെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇത്തരത്തിൽ ഫലം വിദ്യാർത്ഥികൾക്ക് അറിയാം. 4 മണിയോടുകൂടി ഫലപ്രഖ്യാപനം കഴിഞ്ഞ് 4 മണിയോടെ ഈ സൈറ്റുകളിൽ ഫലം അറിയാം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി, ഗിരീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.